ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പല സർവേകളും നടന്നപ്പോൾ അതിലെല്ലാം UDFന് കൃത്യമായി മേൽക്കൈ ഉണ്ടാകും എന്നാണ് പ്രവചനങ്ങൾ വന്നത്. 15 അതിൽ കൂടുതൽ സീറ്റുകളോ UDFന് ലഭിച്ചേക്കാമെന്നും പറഞ്ഞു. അതിൽ ശക്തമായി കോൺഗ്രസ് തന്നെ അധികാരത്തിലെത്തുമെന്ന് പറയുന്ന സീറ്റുകൾ നിരവധിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോട്ടയമായിരുന്നു. എന്നാൽ കോട്ടയത്തെ നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണോ എന്ന് പരിശോധിക്കുമ്പോൾ അല്ല എന്ന് തന്നെ പറയേണ്ട തരത്തിലേക്കാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലുള്ള കൊഴിഞ്ഞുപോകൽ. അതായത് നിലവിലത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് 3 തട്ടായി വിഭജിച്ച് ഒന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും, മറ്റൊന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗവും, മറ്റൊന്ന് സജി മഞ്ഞക്കടമ്പിൽ കോൺഗ്രസ് വിട്ട BJPയിലേക്ക് പോയി അവിടെ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പാർട്ടി ഒരു തിരുത്തൽ പാർട്ടിയായി രൂപീകരിച്ച് ഒപ്പം ചേർന്നിട്ടുണ്ട്. കോട്ടയത്തെ BDJS സ്ഥാനാർത്ഥിയായ തുഷാർ വെള്ളാപ്പള്ളിക്കായിരിക്കും പിന്തുണയെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് നിരവധി പേർ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ടു പോകുമ്പോഴും കാര്യമായ ക്ഷീണത്തിലാണ് കോൺഗ്രസ് അവിടെ പ്രവർത്തിക്കുന്നത് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പ്രചരിക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ കൊല്ലം ജില്ലാ പ്രസിഡന്റും ഉന്നതാധികാര സമിതി അംഗവുമായ അറക്കൽ ബാലകൃഷ്ണൻ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ട് പോയിരിക്കുകയാണ്. കൃത്യമായ മേൽക്കൈയോടുകൂടി കോട്ടയത്ത് UDF അധികാരത്തിൽ വരുമെന്ന പ്രവചനങ്ങൾ നിരവധിയുള്ള സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അറക്കൽ ബാലകൃഷ്ണൻ എന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് പാർട്ടി വിട്ട് പോകുന്നത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 20 ലോക്സഭാ മണ്ഡലങ്ങളും പിടിച്ചെടുക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി UDF തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുമ്പോൾ കോട്ടയത്ത് കാര്യമായ സംശയം കോൺഗ്രസിനുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് സ്ഥാനാർത്ഥിയെ ദ്രുതഗതിയിൽ തീരുമാനിക്കുവാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് ഏറ്റെടുത്ത് ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിച്ചു കൊള്ളാമെന്ന് ജോസഫിനോട് കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നതാണ്. എന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ ആകെയുള്ള സീറ്റ് നഷ്ടപ്പെടുത്തണ്ട എന്ന തീരുമാനത്തിൻ്റെ ഫലമായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെ മത്സരിപ്പിക്കാമെന്ന തീരുമാനത്തിൽ ജോസഫ് വിഭാഗം എത്തിച്ചേർന്നു. അങ്ങനെ നിരവധി പേരുടെ പേരുകൾ സജീവമായി ചർച്ചയിൽ വന്നു. മോൻസി ജോസഫ് അടക്കം, സജി മഞ്ഞക്കടമ്പിലടക്കം നിരവധി പേരുടെ പേർ. ഏറ്റവും ഒടുവിൽ ഇടുക്കിയിൽ നിന്ന് ഫ്രാൻസിസ് ജോർജിനെ കോട്ടയത്തെ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തി. സ്വാഭാവികമായും കേരള കോൺഗ്രസ് 2 തട്ടിൽ നിൽക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ കേരളത്തിൽ വലിയ തിരിച്ചടി കോൺഗ്രസ് ഉണ്ടാകുമെന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെ സ്ഥാനാർത്ഥിയായി ഫ്രാൻസിസ് ജോർജ് എത്തുന്നത്. അതോടുകൂടി പടലപ്പിണക്കം ആരംഭിച്ചു. ആദ്യം സജി മഞ്ഞക്കടമ്പിൽ പോയി. അദ്ദേഹം പറഞ്ഞ കാരണം മോൻസി ജോസഫ് എന്ന ഏകാധിപതിയുടെ രാഷ്ട്രീയ നിലപാടുകളാണ് നിലവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നടക്കുന്നതെന്ന്. അതിനുശേഷം കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിന്ന് മറ്റ് നേതാക്കന്മാർ ജോസഫ് വിഭാഗത്തിലേക്ക് എത്തി. ഏറ്റവും ഒടുവിൽ ജോസഫ് വിഭാഗത്തിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്കുകൾ നിരന്തരം നടന്നുകൊണ്ടേയിരിക്കുന്നു. അറക്കൽ ബാലകൃഷ്ണനാണ് ഒടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് ഇപ്പോൾ മാണി വിഭാഗത്തിലേക്ക് പോയിരിക്കുന്നത്. തങ്ങൾ നേതാവായി കണ്ടിരുന്നത് മാണി സാറിനെയാണെന്നും അദ്ദേഹത്തിൻ്റെ കീഴിൽ ശക്തമായ കേരള കോൺഗ്രസ്സായി പ്രവർത്തിച്ചു വന്നിരുന്നു എന്നും നിലവിൽ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വലിയ തിരിച്ചടി നേരിടുവാൻ പോവുകയാണ് എന്നുമാണ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അറിയിച്ചത്. UDFനെ ചതിച്ച ഫ്രാൻസിസ് ജോർജിനെയാണ് UDF ഇക്കുറി കോട്ടയത്തെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നതെന്ന് അറക്കൽ ബാലകൃഷ്ണൻ പറയുന്നു. മോൻസി ജോസഫിന്റെ ഏകാധിപത്യ രാഷ്ട്രീയത്തെ വെറുക്കുന്നവർ നിരവധിയാണ് ജോസഫ് വിഭാഗത്തിൽ. ഇനിയും നിരവധി പേർ ആ പാർട്ടി വിട്ട് പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. കൃത്യമായ ഭരണഘടനയോ നയപരമായ ഒരു നിലപാടോ ഇല്ലാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. അതുകൊണ്ടാണ് താൻ ആ പാർട്ടി വിടുന്നത്. മാണി സാറിൻ്റെ പാർട്ടിയല്ല നിലവിലത്തെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. മാണി സാറിൻ്റെ യഥാർത്ഥ പാർട്ടി കേരള കോൺഗ്രസ് മാണി വിഭാഗമാണെന്നും അദ്ദേഹം പറയാതെ പറയുന്നുമുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. പാർട്ടിയിലെ ജനാധിപത്യമോ അല്ലെങ്കിൽ കൂടിയാലോചനകളോ ചർച്ചകളോ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലോട്ട് മാറിയപ്പോൾ ബുദ്ധിമുട്ടുണ്ടായി. ആ സാഹചര്യത്തിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ കൊല്ലം ജില്ലാ പ്രസിഡന്റ് സ്ഥാനവും പാർട്ടിയുടെ ഉന്നതാധികാര സ്ഥാനവും ഞാൻ ഇന്നു മുതൽ രാജിവെക്കാൻ തീരുമാനിച്ചത്. 5 പതിറ്റാണ്ടോളം കേരള കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിച്ച അറക്കൽ ബാലകൃഷ്ണൻ ഇന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ട് പോകുന്നു. കൊല്ലം ജില്ലാ പ്രസിഡന്റായും ഉന്നതാധികാരി സമിതി അംഗമായും കേരള കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവായിരുന്നു അറക്കൽ ബാലകൃഷ്ണൻ. എന്നാൽ പാർട്ടി വിട്ട് അദ്ദേഹം പോകുന്നതും സ്വന്തം പാർട്ടിയിലേക്ക് തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിൽ നിലവിൽ ഏകാധിപത്യത്തിൻ്റെ സ്വരമില്ല. അവിടെ ജനാധിപത്യ ബോധമുള്ള നേതാക്കന്മാരാണ് ഉള്ളത്. എന്നാൽ അറക്കൽ ബാലകൃഷ്ണൻ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വിട്ടത് പാർട്ടിക്ക് ക്ഷീണമാകുമോ എന്ന് ചോദിച്ചാൽ ആകില്ല എന്ന് തന്നെയാണ്
കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം വ്യക്തമാക്കുന്നത്. കേവലം അറക്കൽ ബാലകൃഷ്ണന്റെയോ സജി മഞ്ഞക്കടമ്പിന്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നിലനിൽക്കുന്നത്. ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൻ്റെയും ഒക്കെ പ്രാധാന്യത്തെപ്പറ്റി കൃത്യമായ ബോധ്യമുണ്ട് എന്ന തരത്തിലേക്ക് കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കന്മാർ പറയുന്നുണ്ട്. എന്തായാലും രാഷ്ട്രീയ കേരളത്തിൽ പടലപ്പിണക്കങ്ങൾ ഇപ്പോൾ രൂക്ഷമായി നിൽക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലാണ്. പാർട്ടി വിട്ട് പാർട്ടിയിലേക്ക് കൂറുമാറി പോകുന്നവർ നിരവധിയാണ് കേരള കോൺഗ്രസിൽ. വിഘടിച്ചു പോകുന്നതിന് മുമ്പ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയായി കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിന്ന കേരള കോൺഗ്രസിൽ ഇപ്പോൾ പടലപ്പിണക്കങ്ങളുടെ വാർത്തകൾ മാത്രമാണ് പുറത്തു വരുന്നത്. മാണി വിഭാഗത്തിൽ നിന്ന് ജോസഫ് വിഭാഗത്തിലേക്ക് നിരവധി പേർ, ജോസഫ് വിഭാഗത്തിൽ നിന്ന് മാണി വിഭാഗത്തിലേക്ക് നിരവധി പേർ. എന്നാൽ സജി മഞ്ഞക്കടമ്പിൽ മാത്രമാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പേരിട്ട പുതിയൊരു പാർട്ടി രൂപീകരിച്ച് BDJSന്റെ ഭാഗമായി തുഷാർ വെള്ളാപ്പള്ളിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച് BJPക്ക് അല്ലെങ്കിൽ NDAക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു നിൽക്കുന്നത്. ഈ കൂറുമാറ്റങ്ങളും ചേരിതിരിവുമെല്ലാം ഏതൊക്കെ തരത്തിൽ കോട്ടയത്തെ ജനവിധിയെ ബാധിക്കുമെന്നറിയുവാൻ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കണം.